ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സെന്റ് തോമസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ മാർട്ടിൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. നമ്മുടെ ഒരു വർഷത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ പരിസമാപ്തിയായ പഠനോത്സവമാണ് നമ്മളുടെ സ്കൂളിൽ ഇന്ന് നടക്കുന്നത്. നമ്മുടെ സ്കൂളിലെ പഠനോത്സവത്തോടൊപ്പം നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം കൂടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതായത് ഈസ്റ്റ്ലേരി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. അതിനായിട്ട് ധാരാളം വിശിഷ്ട വ്യക്തികളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് ഇന്ന് കടന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പോയ വർഷം ജൂൺ 3-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം സ്കൂൾ തുറന്നത്. അന്ന് മുതൽ നമ്മൾ പഠനം ആരംഭിച്ചു. നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ ധാരാളം നേട്ടങ്ങൾ നേടിയെടുത്തു. പഠനത്തിൽ നമ്മൾ വളരെ മുന്നോട്ടെത്തി ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു പ്രകടനം, ഒരു പ്രദർശനം ഒക്കെയാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിങ്ങളെല്ലാവരും ഇവിടെ ഒരു ഉത്സവം ആഘോഷിക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ പഠനോത്സവം എന്നാണ്. കാരണം നമ്മളൊരു ഉത്സവം ആഘോഷിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഗത പ്രസംഗികൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കരസ്ഥമാക്കിയ അറിവുകൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും അതുപോലെ പൊതുസമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഈ സ്കൂളിൽ നിന്ന് നേടിയെടുത്ത കഴിവുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനൊക്കെയാണ് നമ്മൾ പഠനോത്സവം എന്ന് പേരിട്ടുകൊണ്ട് ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇപ്പം പല സ്കൂളുകളിലും ഇത് ഒരു മത്സര ബുദ്ധിയോടെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം നമുക്കറിയാം, മുൻപിൽ നിൽക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ഒരു സ്കൂളാണ് എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പല സ്കൂളുകളും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മക്കൾ കരസ്ഥമാക്കിയ വിരലിലെണ്ണാവുന്ന മാതാപിതാക്കന്മാരെ ഇവിടെ കാണുന്നുള്ളൂ. ഈസ്റ്റ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു. വർഷത്തെ നമ്മളുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു ഉത്സവം. ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും മെച്ചമായതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് പഠനോത്സവമായി എല്ലാ സ്കൂളുകളിലും ആഘോഷിക്കുന്നത്. ഏറ്റവും അധികം മികവുകളുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ തോമാപുരം സ്കൂളിന് എന്നും ഉത്സവം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൈവെക്കുന്ന എല്ലാ മേഖലകളിലും, അത് പാഠ്യ വിഷയത്തിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും, അതുപോലെ സ്പോർട്സ്, കലാമേളകൾ, സാഹിത്യമേളകൾ, കായികമേളകൾ, പ്രവൃത്തിപരിചയമേളകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, വിവിധ മത്സരങ്ങൾ, ഏത് രംഗത്ത് പോയാലും അതിൽ ഒന്നാം സ്ഥാനം എന്നത് തോമാപുരം LP സ്കൂളിന് സ്വന്തമാണ്.
അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടിയതിൻ്റെ കഥ പറയാനുള്ള ഒരു സ്കൂളാണ് നമ്മുടേത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വിജയോത്സവം എന്ന പേരിൽ മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള മികവിൻ്റെ നേട്ടത്തിൻ്റെ സമ്മാനങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രത്നാകരൻ PP ബെസ്റ്റ് സ്കൂൾ പവലിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് K. വിനോദ് കുമാറിനെ ആദരിച്ചു. ചെയ്ത എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. എനിക്ക് 2024 കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാസർഗോഡ് ജില്ലയിലെ ഭൂപ്രകൃതിയെ മാത്രം വിഷയമാക്കിയിട്ട് ഞാനൊരു 5-6 വർഷമായിട്ട് ചിത്രം വരക്കുന്നുണ്ട്. കോവിഡിൻ്റെ ഒരു സമയത്താണ് ഞാൻ കൂടുതലായും അങ്ങനെ ഒരു പരമ്പര തുടങ്ങിയത്. എല്ലാ ദിവസവും രാവിലെ 5 മണി സമയത്ത് തൊട്ടടുത്ത സ്ഥലത്ത് പോയിട്ട് ചിത്രം വരക്കുന്ന ഒരു രീതി തുടർന്നു വന്നു. അപ്പോൾ അതിൽ നിന്നും കാസർഗോഡ് ജില്ലയിലെ മുട്ടിച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് വരച്ച ഒരു ലൈവ് പെയിൻറ്റിങ്ങിനാണ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മറ്റന്നാൾ ശനിയാഴ്ചയാണ് അവാർഡ് ദാനം. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് നൽകുന്നത് എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സന്തോഷം സ്നേഹം ഒക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ. PTA പ്രസിഡന്റ് അബ്രാഹാം തെന്നിപ്ലാക്കൽ, മദർ PTA പ്രസിഡന്റ് ജിത്സി ജോമേഷ് എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സോണിയ ജോസഫ് നന്ദി രേഖപ്പെടുത്തി. മെച്ചപ്പെട്ടതായിരുന്നു. അവർ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ വിജയത്തിൻ്റെ പിന്നിൽ പാറിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ നാമധേയം ഈ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ ഈ യോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മളുടെ പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികൾ, ഈ പഠനോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഠനോത്സവം എന്നുള്ള ഒരു രീതിയെ അത് ഉയർത്തിക്കൊണ്ടുവന്നത് ആരായിരുന്നാലും സ്കൂളിൻ്റെ ഒരു വർഷത്തെ പഠനത്തിൻ്റെയും പാഠ്യേതര പ്രവർത്തനത്തിൻ്റെയും ഒക്കെ കൂടിയുള്ള ഉത്സവമാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടാൻ പോകുന്നത്. അപ്പോൾ ഈ വേദിയിൽ ഒരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം എൻ്റെ മോള് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്നോട് രാവിലെ പറഞ്ഞു, അമ്മയ്ക്ക് പ്രസംഗം ഉണ്ടെങ്കിൽ അമ്മ 1 മിനിറ്റ് കൊണ്ട് നിർത്തണം കേട്ടോ, എൻ്റെ കൂട്ടുകാർക്കൊന്നും പ്രസംഗമൊന്നും വലിയ ഇഷ്ടമില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കലാവിരുന്നുകളെല്ലാം ആസ്വദിക്കാനും നിങ്ങളുടെ കഴിവുകളൊക്കെ ഇവിടെ കാണിക്കുന്നു, അതെല്ലാം പ്രോത്സാഹിപ്പിക്കാനും അതൊക്കെ കാണാനുമാണ് നിങ്ങൾക്ക് കൂടുതലും ആകാംക്ഷയുള്ളത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഉള്ളിലുള്ള ഈ കഴിവുകൾ കണ്ടെത്തി അത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ ഇവിടെ മാർട്ടിൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ വലിയൊരു പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈസ്റ്റളേരി പഞ്ചായത്ത് തല പഠനോത്സവം ഔപചാരികമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പഠനോത്സവത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും കുട്ടികളായ നിങ്ങളുടെ ഒരു വർഷത്തെ പഠന മികവുകൾ ഈ ദിനത്തിൽ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത്.
effort. By working hard, we can achieve our goals and improve our abilities. Hard work teaches us valuable lessons about perseverance and discipline. It is not always easy, but the results are worth it. Success often depends on willingness to work hard and stay focused. അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും കടന്നുപോയി അതിരുകൾക്കിപ്പുറം ഞാനും കടന്നുപോയി. ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ് ദിയയുടെ കയ്യിലിരിക്കുന്ന കാർഡ്ബോർഡിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇനി ദിയ ഒരു മാജിക് കാണിക്കുകയാണ്. ഗ്ലാസിൽ നിറയെ വെള്ളമുണ്ട്. തീവണ്ടി, വലിയ തീവണ്ടി, നീളമുള്ള വലിയ തീവണ്ടി, ആളെ കയറ്റുന്ന നീളമുള്ള വലിയ തീവണ്ടി. തീവണ്ടി പുറപ്പെട്ടു. ഓട്ടത്തിനു വേഗം കൂടി കൂടി വന്നു. They are rushing towards each other. Honk, honk, bus. I am a car. Toot, toot, car. I have a horn. Honk, honk, horn. I have a light. White, white light. They are rushing towards each other. They hit each other. Ouch, my horn. Oh, my light. They got angry. It is your mistake. No, it is your mistake. Stop shouting. It is both of your mistake. Oh, sorry, sir. Please forgive us, sir. Hey, friend. Here is your house. Don't be sad. I will fix the light. Thank you, friend. Thank you, friends. Don't repeat it. Okay, sir. Bye, sir. Start right away. Red light, what do you say? I say stop right away.
കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.